നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്നലത്തെ റീഡിങ് വളരെ നമ്മൾ പറയില്ല എന്താണ് പ്രഷറായിപ്പോയി അല്ലേ? ഐ എം ഷുവർ. ഓക്കെ, സോ ഇന്ന് നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് മാത്രം എടുക്കാം. ഓക്കെ, ഇപ്പോൾ അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ, അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് ചിന്തിക്കുന്നത്, റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കാൻ നമുക്ക് നോക്കാം. ഇത് സിമ്പിളായിട്ട് ഒരു റീഡിങ്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ഫീലിങ്സ് അവരുടെ ഡൈസ്. ഓക്കെ, വിഷിംഗ് വെൽ. മെയിൻ ലേഡി, മെയിൻ ഫീമെയിൽ എന്നാണ് അതിന് പറയാം. ഓക്കെ, 4 ഹൗസ്. വാവ്, സ്നേക്ക്. ഓക്കെ. സോ ഇവിടെ കാണുന്നത് എനിക്ക് അവിടെ അവരൊരു റിസ്ക് എടുത്തിട്ടായാലും ഓക്കെ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് തന്നെ ഒരു റിസ്ക് ആണ്. ഓക്കെ, മെയിൻലി മേ ബി ഇവിടെ തേർഡ് പാർട്ടിയുടെ എനർജി ഉണ്ട്. എനിക്ക് ഒരു സ്നേക്ക് ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ തേർഡ് പാർട്ടി വേറെ ലൈക്ക് ആരെങ്കിലും ഉണ്ടാവാം. നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം. നിങ്ങളെ തമ്മിൽ ആരെങ്കിലും അകറ്റാൻ ശ്രമിക്കുന്നുണ്ടാവാം. എന്തുമാവാം. ഓക്കെ, ഫാമിലി ആവാം. ഓക്കെ, വട്ടെവർ. ഓക്കെ, നമ്മൾ ആ സിറ്റുവേഷനിലേക്ക് അധികം പോകുന്നില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ തന്നെ ഒരു റിസ്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് എന്നാലും അവരത് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ റിസ്ക് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് അവർ റിസ്ക് എടുക്കാനും തയ്യാറാണ് എന്നാണ്. ഓക്കെ, ആൻഡ് ഈ റിലേഷൻഷിപ്പിൽ അവർ മുന്നോട്ട് വേണമെന്ന് അവരാഗ്രഹമുണ്ട് തീർച്ചയായിട്ടും. ആൻഡ് വിഷിംഗ് വെല്ലാണ്. സോ യെസ്, അവർ ഒരു മനസ്സിൽ അവർ വിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, വിഷ് ചെയ്യുകയാണ്. ദാറ്റ് ഓക്കെ എല്ലാ കാര്യങ്ങളും സോൾവ് ആയിട്ട് നമ്മളൊന്ന് ഒന്നിക്കാൻ പറ്റുമോ എന്ന രീതിയിൽ അവരെ മനസ്സിലും ഉണ്ട്. തീർച്ചയായിട്ടും അവരൊരു ആഗ്രഹം എന്ന രീതിക്ക് തന്നെയാണ് അവരും യൂണിവേഴ്സിനോട് എവിടെയോ ഒരു പ്രാർത്ഥന വെക്കുന്ന പോലെയാണ്. ദാറ്റ് നിങ്ങളുമായിട്ട് ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ടാവണം എന്ന രീതിയിൽ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ലൈക്ക് വലിയ നിങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, ബട്ട് യെസ് അവരുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഓർത്ത് ഒരു വിഷ് അവരുടെ ഉള്ളിലുണ്ട്, ഒരാഗ്രഹം തീർച്ചയായിട്ടും ഉണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾ അവരുടെ ലൈഫിൽ ഏറ്റവും മെയിൻ പേഴ്സൺ ആണ്. ഓക്കെ, അതായത് മെയിൻ ഫീമെയിൽ എന്നാണ് ഈ കാർഡിനെ പറയുക. സോ നിങ്ങൾ അവരുടെ ലൈഫിലും ഫീമെയിൽ ആവണമെന്നില്ല, നിർബന്ധമില്ല, മെയിൽ ആയാലും ശരി. ഓക്കെ, നിങ്ങൾ അവരുടെ ലൈഫിലെ മെയിൻ ക്യാരക്ടറാണ്. ഓക്കെ, നമ്മളും പറയില്ലേ മൂവിയിലെ മെയിൻ ക്യാരക്ടർ നിങ്ങളാണ്. ഓക്കെ, അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളും കാത്തിരിക്കുന്ന പോലെ ഉണ്ട് എനിക്ക്. മേ ബി നിങ്ങൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, അവരും നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവാം. എവിടെയോ മേ ബി നിങ്ങൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യോ എന്നുള്ള ഒരു ചിന്തയായിരിക്കാം. ഓക്കെ, അങ്ങനെയാവാം. അല്ലെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു എന്ന രീതി കൂടിയാണ്. വെയിറ്റിംഗ് എനർജി ഉണ്ട് ഇവിടെ. മേ ബി നിങ്ങളും കാത്തിരിക്കുന്നുണ്ടാവും പേഴ്സൺ ഇങ്ങോട്ട് വരുമെന്ന്. സോ ഇവിടെ യെസ് അവർക്ക് ഫീലിങ്സിൽ ആക്ച്വലി ഇപ്പോൾ ഒരു മിസ്സിംഗ് എനർജി കാണുന്നുണ്ട് എനിക്ക്. ആൻഡ് റിസ്ക് എടുത്തിട്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന പോലെയാണ്. ആൻഡ് ഇവിടെ ഹൗസ് എന്ന് കാണുന്നുണ്ട്. സോ കുറച്ച് പേർക്ക് മേ ബി അവർ മാരീഡ്, നിങ്ങൾ മാരീഡ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. സോ ഇവിടെ എവിടെയോ ഒരു ഇടയിൽ നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിട്ടും എനിക്ക് കാണുന്നതിൻ്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ. ഓക്കെ, ബട്ട് ഓവറോൾ ഒരു ഹാപ്പിനെസ് വരുന്ന പോലെയാണ്. അറ്റ്ലീസ്റ്റ് അവരുടെ ഭാഗത്തുനിന്ന് ഫീലിങ്സിൽ ഇപ്പോൾ അവർ നിങ്ങളെ ഒരു മിസ്സിംഗ് എനർജി എന്നുള്ള രീതിയിൽ എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് അവർ നിങ്ങളോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. എൻ്റെ പപ്പിക്കുട്ടൻ ഇവിടെ തന്നെ കിടന്ന് എന്നെ നോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൻ യെസ് എന്തേ കഴിഞ്ഞു കേട്ടോ. താങ്ക് യു. ഞാൻ പോയി കളിക്കാൻ വേണ്ടി അവൻ കാത്തിരിക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. സോറി, നിങ്ങളോട് അവരെന്താ പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താ നോക്കാം റിലേഷൻഷിപ്പിനെ കുറിച്ച്. ലവ് ക്യാൻ മെൻഡ് ദ ഡീപ്പസ്റ്റ് വൂൺസ്. ഓക്കെ, നിങ്ങൾ ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്, വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ബട്ട് സ്നേഹം കൊണ്ട് എല്ലാ വൂണ്ടും എല്ലാ വേദനയും നമുക്ക് മാറും എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ, വേദനിച്ചിട്ടുണ്ടെങ്കിൽ, ഹാർട്ട് ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മേലെ നമ്മൾ സ്നേഹം കൊണ്ട് അത് കവറാവും എന്ന രീതിക്കാണ് പറയുന്നത്. അത് പേഴ്സൺ നിങ്ങളോട് പറയുന്നതായിരിക്കാം, യൂണിവേഴ്സ് പറയുന്നതായിരിക്കാം. ഓക്കെ, ഐ എം ലേണിംഗ് ടു ഓപ്പൺ മൈ ഹാർട്ട് വൺസ് മോർ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ മേ ബി നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓക്കെ അവർ വീണ്ടും കുറച്ചുകൂടി ഓപ്പണായിട്ട് നിങ്ങളോട് ഇടപഴകാനോ അല്ലെങ്കിൽ അവരുടെ ഹാർട്ടൊന്ന് ഓപ്പൺ ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. കുറച്ചുകൂടി നിങ്ങളെ മനസ്സിലാക്കാൻ, അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരാനോ ഒക്കെ ശ്രമിക്കുന്നുണ്ട് എന്ന രീതിക്കായിരിക്കും കുട്ടോ. ഓക്കെ, വേറെന്താണ് അവർക്ക് പറയാനുള്ളത് നോക്കണം. ഓക്കെ, ആൾ കുറച്ച് റെസ്റ്റ്ലെസ് ആകുന്നുണ്ട്, അതാണ് ഞാൻ അങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കുന്നത്. റെസ്പെക്ട് ബിഗിൻസ് വിത്ത് മീ. ഓക്കെ, സോ ഇവിടെ നിങ്ങളോട് ഇത് നിങ്ങൾക്കുള്ള മെസ്സേജാണ്, സെൽഫ് റെസ്പെക്ട്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾ യെസ് ഒരു പേഴ്സൺ, ഞാൻ ഇന്നലെയും റീഡിങ്ങിൽ ഞാൻ കുറേ പറഞ്ഞാണ്, എനിക്ക് അതുകൊണ്ട് ലെക്ചറിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. വേണമെങ്കിൽ ഇന്നലത്തെ റീഡിങ്ങിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, നിങ്ങൾ അത് കണ്ടോളൂ. ഓക്കെ, ഇവിടെ പറയുന്നത് നിങ്ങൾ അവനവനെ റെസ്പെക്ട് ചെയ്യാം. ഓക്കെ, പേഴ്സൺ അവർ ഫീലിങ്സ് ഉണ്ട്, ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, യെസ് എല്ലാം കറക്റ്റാണ്. അവർ തിരിച്ചു വരാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്, അവർ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട്
ഇവിടെ പക്ഷെ നിങ്ങളെപ്പോഴും ഓക്കെ ആ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കരഞ്ഞ് അങ്ങനെയൊന്നും ഇരിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ചേസ് ചെയ്ത് പോകാതിരിക്കുക. ഓക്കെ, നിങ്ങൾ അവരെ പുറകെ പോകാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങളുടെ ഒരു റെസ്പെക്റ്റ് നിങ്ങൾ ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് റെസ്പെക്ട് ബിഗിൻസ് വിത്ത് മീ എന്നാണ് പറയുന്നത്. നിങ്ങളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾ അവനവനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുമ്പോഴേ ആ മറ്റേ വ്യക്തി അല്ലെങ്കിൽ വേറെ ആരായാലും നിങ്ങളെ റെസ്പെക്ട് അപ്പോഴേ ചെയ്യുള്ളൂ. അത് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിഞ്ഞാൽ മാത്രമേ മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുള്ളൂ. ഓക്കെ, സോ ഇതിവിടെ നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് ഇടയിൽ ടൈം അപ്പാർട്ട് ക്യാൻ ബ്രിങ് അസ് ക്ലോസർ. ഓക്കെ, ഇവിടെ പേഴ്സൺ പറയുന്നത് ആക്ച്വലി അല്ലെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ചയുണ്ടെങ്കിൽ ഇനി തിരിച്ച് നിങ്ങൾ കൂടുതൽ ബെറ്റർ ആയിട്ട് നിങ്ങൾ അടുക്കുമ്പോൾ കൂടുതൽ ക്ലോസ് ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, ചെറിയ അകൽച്ചകൾ ആവശ്യമാണ് എന്നാണ്. ഐ എം ചൂസിങ് ഹീലിംഗ് ഓവർ ഹേർട്ട്. ഓക്കെ, അവർ ആക്ച്വലി അവരും നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവരായിരിക്കാം നിങ്ങളുള്ള രണ്ടുപേർക്കും എടുക്കാൻ മെസ്സേജ്. നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കണക്ട് ആവുന്ന നോക്കിക്കോളൂ. ഓക്കെ, ഇവിടെ പറയുന്നത് ഹീലിംഗ് വരുന്നുണ്ട് എന്നാണ്. ഓക്കെ, എന്തെങ്കിലും സിറ്റുവേഷനിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ മറികടന്ന് ഓക്കെ നമ്മൾ ഹീൽ ആവാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. നിങ്ങൾ ഹീൽ ആവുന്നുണ്ടാവാം, അവരും ഹീൽ ആവുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് കാർഡ് വൺ മോർ എടുത്ത് നിർത്തിയേക്കാം. അവർ ബോണ്ട് ഫീൽസ് ലൈക്ക് ഇറ്റ്സ് ഓൺ ദ എഡ്ജ് ഓഫ് ബ്രേക്ക്. ഇവിടെ ഒരു നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ വന്നിട്ട് ഓക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതിപ്പോൾ എൻ്റെ ആവും എന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഓക്കെ, ഇറ്റ്സ് ഓൺ ദി എഡ്ജ് ഓഫ് ബ്രേക്കിംഗ് എന്നാണ് പറയുന്നത്. അതായത് അവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കും തോന്നുന്നുണ്ട് എവിടെയോ തെറ്റ് ഇത് എൻ്റെ ആവുകയാണോ എന്ന രീതിക്ക് നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവാം. അവർക്കും ഉണ്ടത്. ബട്ട് ഐ തിങ്ക് ഇവിടെ അങ്ങനെ ഒരു എനർജി അല്ല വരുന്നത്. ആക്ച്വലി വീണ്ടും ഒരു റീസ്റ്റാർട്ടിൻ്റെ എനർജിയാണ് എനിക്ക് വരുന്നത്. മേ ബി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ചയൊക്കെ വന്നത്. ബട്ട് ഐ തിങ്ക് ഇപ്പോൾ വീണ്ടും റീബിൽഡ് ആവാനുള്ള ഒരു അവസരം കാണുന്നുണ്ട്. ഐ കാൺട്ട് ക്യാരി ദിസ് ലവ് അലോൺ. I question if I'm what you need, and why can't you see my heart? ഓക്കെ, എന്തായാലും ഇവിടെ ഒരു കാര്യമുണ്ട്. മൈ ലവ് ഇസ് കോൺസ്റ്റന്റ് ത്രൂ ഹൈസ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും ഓക്കെ, നിങ്ങൾ ഏത് സീസൺ വന്നു പോയാലും ശരി, എത്ര പ്രോബ്ലം വന്നു പോയാലും ശരി, ആരുടെ വന്നു പോയാലും ശരി, എന്തൊക്കെ സംഭവിച്ചാലും ശരി, അവരുടെ മനസ്സിലുള്ള സ്നേഹം എപ്പോഴും കോൺസ്റ്റന്റ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് അത് തന്നെയാണ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള മറ്റേ റീഡിങ്ങിലൊക്കെ ഞാൻ പറയുന്നതാണ്. മനസ്സിൻ്റെ ഉള്ളിലുള്ള സ്നേഹം അത് നഷ്ടപ്പെടുന്നില്ല. ഓക്കെ, ബട്ട് സാഹചര്യം സിറ്റുവേഷൻ കൊണ്ട് ചില കാര്യങ്ങൾ ഇടയിൽ പ്രോബ്ലംസ് വരുന്നു എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ അഗെയിൻ അവരും പറയുന്നുണ്ട് വൈ കാൺട്ട് യു സീ മൈ ഹാർട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ അവരെ മനസ്സിനെ, അവരെ ഹാർട്ട്, അവരുടെ സ്നേഹം മനസ്സിലാക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ആൻഡ് ഐ കാൺ ക്യാരി ദിസ് ലവ് അലോൺ. ഇത് നിങ്ങൾ പറയുന്നതായിരിക്കാം ദറ്റ് ഈ സ്നേഹം മേ ബി നിങ്ങൾ നിലനിർത്താൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, പേഴ്സണിനെ ലൈക്ക് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ തനിച്ചായിരിക്കും അതിൽ എഫേർട്ട് ഇട്ടത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഓക്കെ, പേഴ്സണിൻ്റെ ഭാഗത്ത് നിന്ന് എഫേർട്ട് കുറവായിരിക്കും. അതിൻ്റെ ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ വരുന്നത്. നിങ്ങൾ പറയുന്നത് ഐ കാൺ ക്യാരി ദിസ് ലവ് അലോൺ. ഇവിടെ പേഴ്സൻ്റെ ഭാഗത്ത് അവർക്ക് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ എന്താണെന്ന് വെച്ചാൽ അവർ എഫേർട്ട് ഇടുന്നില്ല, അവരതിന് വേണ്ടത് കാണിക്കുന്നില്ല, ഇമോഷൻസ് കാണിക്കുന്നില്ല, പലതും ഹൈഡ് ചെയ്യുക, മാറി നിൽക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ യെസ് എൻഡിങ്ങിൻ്റെ അറ്റം എത്തിയ പോലെ തന്നെയാണ് അല്ലേ. ബട്ട് യെസ് അവരുടെ ഉള്ളിൽ സ്നേഹമുണ്ട് തീർച്ചയായിട്ടും. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കാനാണ് അവർ പറയുന്നത്. ബട്ട് ഇവിടെ ചൂസ് സെൽഫ് റെസ്പെക്ട്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. നിങ്ങൾ നിങ്ങളെ തന്നെ റെസ്പെക്ട് ചെയ്യൂ. ഐ ക്വസ്റ്റ്യൻ ഇഫ് ഐ എം വാട്ട് യു നീഡ്. അവരാണോ നിങ്ങളാണോ ചോദിക്കുന്നതെന്ന് അറിയില്ല. ഓക്കെ, ഒരാളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ദറ്റ് നിങ്ങൾ രണ്ടുപേരും ചോദിക്കുന്നുണ്ടാവാം. ഓക്കെ, എവിടെയോ നിങ്ങൾ പരസ്പരം ചർച്ചയുണ്ടോ എന്ന രീതിയിലൊരു മനസ്സിലൊരു ഡൗട്ട് ഉണ്ട്, ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടത് എന്നെയാണോ അതോ എനിക്ക് രണ്ടുപേരും ആ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലുണ്ടാവാം. ബട്ട് ഇത് കൺഫ്യൂഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ഓവറോൾ പറയുകയാണെങ്കിൽ കുറേ കൺഫ്യൂഷനാണ്. നിങ്ങൾക്ക് ആ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ ഫീലിങ്സ് ഓപ്പണായിട്ട് എക്സ്പ്രസ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് കയറി വരികയാണ്. ഓക്കെ, അവരാണെങ്കിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ സ്നേഹമുണ്ട്, അത് മനസ്സിലാക്കൂ എന്ന് പറയുന്നുണ്ട്. ബട്ട് ആഫ്റ്റർ എ പോയിന്റ് അല്ലേ, നമ്മൾ പറയുന്ന പോലെ ഒരു പോയിന്റിനപ്പുറം കുറച്ചൊക്കെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്തില്ലെങ്കിലും ബുദ്ധിമുട്ട് തന്നെയാണ്. സോ ഇവിടെ നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കാം. ഓക്കെ, നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞ് ചേസ് ചെയ്യാൻ പോകാതിരിക്കുക. നിങ്ങളെ ഹാപ്പിനെസ് നിങ്ങൾ കണ്ടെത്തുക, സെൽഫ് ലവിൽ നിൽക്കുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം മനസ്സിലൊക്കെ ഉണ്ട്, ഡീപ്പായിട്ട് തന്നെയുണ്ട്, ഫീലിങ്സിൽ യാതൊരു ഇതുമില്ല. പക്ഷേ ലൈഫിൽ റിയാലിറ്റിയിൽ നിങ്ങൾ എന്താ കാണുന്നത്, അതാണ് ഇവിടെ മാറ്റർ. ഓക്കെ, സോ എനിവേ എന്തായാലും ഒരു സ്വീറ്റ് ആയിട്ടുള്ള മെസ്സേജസ് അവരുടെ മനസ്സിലുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. ബട്ട് റിയാലിറ്റിയിലേക്ക് ഇനിയിപ്പോൾ കോൺടാക്ട് വരിക അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കുക, അതൊക്കെ എനിവേ നിങ്ങൾ നിങ്ങളുടെ റെസ്പെക്റ്റ് ആദ്യം ചൂസ് ചെയ്യൂ. ഓക്കെ, നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ കെയർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പേഴ്സണലും മാറ്റങ്ങൾ വരും. ഓക്കെ, സോ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കും. നല്ല രസമായിരിക്കും. നന്ദി, നമസ്കാരം.